പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഓട്ടോമൊബൈൽ കമ്പോണൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാറ്റേൺ മെറ്റീരിയലിനെ പറ്റിയൊരു അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് പാറ്റേണിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പാറ്റേണിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു നല്ല പാറ്റേൺ മെറ്റീരിയലിൻ്റെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റിൽ റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് പാറ്റേൺ മെറ്റീരിയൽ. ഒരു നല്ല പാറ്റേൺ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഇറ്റ് ഷുഡ് ബി ഈസി ടു വർക്ക്, ഷേപ്പ് ആൻഡ് ജോയിൻറ്റ്. ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ ഈസി ആയിട്ട് വേണ്ട ഷേപ്പിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അതേപോലെ ജോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കണം, ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, ലൈറ്റ് ഇൻ വെയ്റ്റ്. പാറ്റേൺ മെറ്റീരിയൽസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആയിരിക്കണം, വെയ്റ്റ് കുറവായിരിക്കണം. പാറ്റേണിൻ്റെ വെയ്റ്റ് ഒരു ലിമിറ്റിൻ്റെ മേലെ കൂടിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ത്, പാറ്റേൺ മെറ്റീരിയലിൻ്റെ വെയ്റ്റ് ഏറ്റവും മിനിമം ആയിരിക്കണം. നെക്സ്റ്റ്, സ്ട്രോങ്, ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. പാറ്റേൺ മെറ്റീരിയൽ എപ്പോഴും സ്ട്രോങ്ങും ഹാർഡും അതേപോലെ കുറേ കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് കേടായി പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ പാറ്റേൺ ഉണ്ടാക്കുന്ന കോസ്റ്റും അതേപോലെ എഫേർട്ടും എന്തായിരിക്കും, വേസ്റ്റ് ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടിയും ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും എപ്പോഴും പാറ്റേണിന് വേണ്ടി സെലക്ട് ചെയ്യാറ്. അതേപോലെ പാറ്റേൺ മെറ്റീരിയൽ ഹാർഡും അതേപോലെ സ്ട്രോങ്ങും ആയിരിക്കണം. എങ്കിൽ മാത്രമേ റാമി എന്ന ടൈപ്പിൽ പാറ്റേണിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരാതിരിക്കുള്ളൂ. നെക്സ്റ്റ്, റെസിസ്റ്റൻറ്റ് ടു വിയർ ആൻഡ് അബ്രാഷൻ. പാറ്റേൺ മെറ്റീരിയൽ എപ്പോഴും എന്തായിരിക്കണം, വിയർ ആൻഡ് ടിയറിനും അബ്രാഷനും റെസിസ്റ്റൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള ഡയമെൻഷൻ ചേഞ്ചസ് കുറയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വിയർ ആൻഡ് ടിയർ കൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ മേലുള്ള ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഷേപ്പിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാറ്റേൺ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ വിയർ ആൻഡ് ടിയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ്, റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. പാറ്റേൺ മെറ്റീരിയൽ എപ്പോഴും കൊറോഷൻ റെസിസ്റ്റൻ്റ് അതുപോലെ കെമിക്കലി ഇനാക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ്, ഡയമെൻഷനലി സ്റ്റേബിൾ. പാറ്റേൺ മെറ്റീരിയൽ എപ്പോഴും എന്തായിരിക്കണം, ഡയമെൻഷനലി സ്റ്റേബിൾ ആയിരിക്കണം. വാട്ടറിന് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റീൻ്റെ പ്രസൻസോ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിനനുസരിച്ച് ഡയമെൻഷനിൽ ചേഞ്ച് വരുന്ന മെറ്റീരിയൽ ഒരിക്കലും എന്തിനു വേണ്ടി സെലക്ട് ചെയ്യരുത്, പാറ്റേണിന് വേണ്ടി സെലക്ട് ചെയ്യരുത്. നെക്സ്റ്റ്, അവൈലബിൾ അറ്റ് ലോ കോസ്റ്റ്. ലോ കോസ്റ്റിൽ അവൈലബിൾ ആയിരുന്നു. പാറ്റേൺ മെറ്റീരിയൽ എപ്പോഴും ലോ കോസ്റ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, പാറ്റേൺ മെറ്റീരിയൽ വുഡാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേണിൻ്റെ മെറ്റീരിയൽ. നെക്സ്റ്റ്, മെറ്റലിൻ്റെ അലോയ്സ്. മെറ്റൽ അലോയ്സും മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ മെറ്റൽസും മെറ്റൽ അലോയ്സിൻ്റെയും പാറ്റേൺസാണ് എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. അത് കുറച്ചും കൂടി സ്റ്റേബിളാണ്, കുറേ കാലം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പ്ലാസ്റ്റിക് ഇപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. നെക്സ്റ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടും പാറ്റേൺ ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ്, റബ്ബർ കൊണ്ടും അതേപോലെ വാക്സ് കൊണ്ടും പാറ്റേൺസ് ഉണ്ടാക്കാറുണ്ട്. ആ പാറ്റേൺസ് ഷെൽ മോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് റബ്ബറിൻ്റെ പാറ്റേണും വാക്സിൻ്റെ പാറ്റേണൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ്, റെസീൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ കൊണ്ടൊക്കെ ഹാർഡാവുന്ന ഗമ്മിനെ പറയുന്ന പേരാണെന്ത്, റെസീൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വുഡും മെറ്റലും പ്ലാസ്റ്റിക്കുമാണ്. ഈ 3 പാറ്റേൺ മെറ്റീരിയലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ്. ബാക്കിയുള്ളതൊക്കെ സ്പെഷ്യൽ കാസ്റ്റിംഗ് ബ്രോസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, വുഡ് എന്തുകൊണ്ടാണ് നമ്മൾ പാറ്റേൺ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് എന്താണ്, വുഡ് അവൈലബിൾ ആണ്. അതുപോലെ ലോ കോസ്റ്റ് ആണ്, വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് വൈസ് പൈസ കുറവാണ്. പിന്നെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് വുഡിൻ്റെ അഡ്വാൻറ്റേജസ്. മെയിനായിട്ട് തേക്ക്, മഹാഗണി, ദേവദാരു ഇതൊക്കെയാണ് വുഡ് പാറ്റേൺ മെറ്റീരിയലിനായിട്ട് ഉപയോഗിക്കാറ്. ഫസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഈസിലി വർക്ക്ഡ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കണം. ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ഈസിലി അവൈലബിൾ ആണ്, ചീപ്പാണ്,
ഈസി ടു ജോയിൻ, രണ്ട് പാറ്റേൺ വുഡ് പാറ്റേണിൻ്റെ പാർട്സ് ഒക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ ഈസിയാണ്. ഗുഡ് സർഫസ് ഫിനിഷാണ്. അതേപോലെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വുഡിന് ആകെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റുള്ള ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഈ വുഡിൻ്റെ പാറ്റേണിൻ്റെ സൈസും ഷേപ്പ് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമാണ്, ഒരു ഷെല്ലാക്കിൻ്റെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഷെല്ലാക്കിൻ്റെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വുഡിൻ്റെ അകത്തുള്ള മോയ്സ്ചർ അബ്സോർപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പം കുറേ കാലത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ഇല്ലാത്ത പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഷെല്ലാക്ക് വുഡ് പാറ്റേണിൻ്റെ മേലെ ഷെല്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാറ്റേൺസ് ഉണ്ടാക്കാറുണ്ട്. അത് കുറച്ചും കൂടി ഡ്യൂറബിളാണ്. കുറേ കാലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോയ്സ്ചറുള്ള എൻവയോൺമെൻറ്റിൽ അത് യൂസ് ചെയ്യാനും പറ്റും. ഡിസഡ്വാൻറ്റേജസ്, മോയ്സ്ചറിനനുസരിച്ച് എന്തുണ്ടാവും, ഈ ഷേപ്പിൽ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ഇറ്റ് ടെൻഡ്സ് ടു വാർപ്പ്, അതായത് അതിന് ഡിസ്റ്റോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഷേപ്പിൽ മാറ്റം വരാനുള്ള ചാൻസ് വുഡിൻ്റെ കേസ് കൂടുതലാണ്. അതുപോലെ തന്നെ വിയർ ആൻഡ് ടിയർ, സാൻഡ് കൊണ്ടുള്ള വിയർ ആൻഡ് ടിയർ വുഡ് പാറ്റേണിൽ കൂടുതലായിരിക്കും. മെറ്റാലിക് പാറ്റേൺസിനെക്കാട്ടിയും സ്ട്രെങ്ത് കുറവാണ്. ഇത്രയൊക്കെയാണ് വുഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നെക്സ്റ്റ്, മെറ്റൽ പാറ്റേൺസ്. അത് ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെറ്റൽ പാറ്റേൺസ് യൂസ് ചെയ്യാറ്. കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ്, അലൂമിനിയം അലോയ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മെറ്റൽ പാറ്റേൺസ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ്. മെറ്റൽ പാറ്റേൺസിൻ്റെ അഡ്വാൻറ്റേജ്, മോയ്സ്ചറിനനുസരിച്ചൊന്നും ഷേപ്പിലൊന്നും എന്തും വരില്ല, വ്യത്യാസം വരില്ല. വിയർ ആൻഡ് ടിയർ കുറവാണ്. സാധാരണ പാറ്റേൺസിനെ അപേക്ഷിച്ച് വിയർ ആൻഡ് ടിയർ കുറവാണ് മെറ്റൽ പാറ്റേൺസിന്. ലൈഫ്, പാറ്റേൺ ലൈഫ് കൂടുതലാണ് മെറ്റൽ പാറ്റേൺസിന്. അതേപോലെ ഷേപ്പിങ്, കറക്റ്റ് ഷേപ്പിലും സൈസിലും ഡയമെൻഷനിലും കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റൽ പാറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. സർഫസ് ഫിനിഷ് കൂടുതലാണ്. അതേപോലെ ഏത് കോംപ്ലക്സ് ഷേപ്പ് ആണെങ്കിലും മെറ്റൽ പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൈ സ്ട്രെങ്ത് ആണ് എന്തിന്, മെറ്റൽ പാറ്റേൺ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, അതേപോലെ കൊറോഷൻ്റെ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് മെറ്റൽ പാറ്റേണിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ലാഭകരമായിട്ടുള്ളൊരു പാറ്റേൺ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റാണ്. നെക്സ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, വെയിറ്റ് കുറവാണ്, പിന്നെ വിയർ റെസിസ്റ്റൻറ്റും മോയ്സ്ചർ റെസിസ്റ്റൻറ്റുമാണ്. മോയ്സ്ചറിനനുസരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ വിയർ വരാനുള്ള ചാൻസ് എന്താണ്, കുറവാണ്. പിന്നെ മോൾഡിങ് സാൻഡുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് പോകുന്നൊരു പ്രശ്നം എന്തിന് വരില്ല, പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ വരില്ല. ബാക്കി എല്ലാത്തിൻ്റെ കേസിലും മോൾഡിങ് സാൻഡുമായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. വെരി സ്മൂത്ത് സർഫസ് ഫിനിഷ് കിട്ടാണ് പ്ലാസ്റ്റിക് പാറ്റേൺസ് കൊണ്ട് കഴിയും. പിന്നെ ലോഡിങ്ങിൻ്റെ കേസ്, സ്ട്രെങ്ത്, പ്ലാസ്റ്റിക് പാറ്റേൺസിൻ്റെ സ്ട്രെങ്ത് ഒരു ലിമിറ്റിൻ്റെ മേലെ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് പാറ്റേൺസിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന് മെറ്റൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളിൽ, അതായത് റാം ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ എക്സ്ട്രാ ലോഡ് വരുന്ന കണ്ടീഷനൊക്കെ എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക് പാറ്റേൺസ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പാറ്റേൺസിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ വയറോ അല്ലെങ്കിൽ ചെറിയ കമ്പികളോ കൊടുത്തിട്ട് എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും. അത് എക്സ്ട്രാ കോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തിനുണ്ട്, പ്ലാസ്റ്റിക് പാറ്റേൺസിനുണ്ട്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് പാറ്റേൺ മെറ്റീരിയലിനെ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന്, നമ്പർ ഓഫ് കാസ്റ്റിംഗ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എത്ര കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള നമ്പർ. ഒരുപാട് കാസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ പാറ്റേൺസൊക്കെ യൂസ് ചെയ്യും. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് മോൾഡിങ് മെറ്റീരിയൽ യൂസ്ഡ്, ഏത് മോൾഡിങ് മെറ്റീരിയലാണ് നമ്മൾ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്. സാൻഡാണെങ്കിൽ സാൻഡ് ചിലപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും, ചിലപ്പോൾ വേറെ മെറ്റീരിയലായിരിക്കും. അപ്പോൾ ഏത് മോൾഡിങ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പാറ്റേൺ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ്, കൈൻഡ് ഓഫ് മോൾഡിങ് പ്രോസസ്, ഏത് മോൾഡിങ് പ്രോസസ് വഴിയാണ് നമ്മൾ കാസ്റ്റിംഗ് നടത്തുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പാറ്റേൺ മെറ്റീരിയലും ചേഞ്ച് ചെയ്യും.
നെക്സ്റ്റ് മെത്തേഡ് ഓഫ് മോൾഡിങ്, ഹാൻഡ് മോൾഡിങ് ആണോ മെഷീൻ മോൾഡിങ് ആണെന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, പാറ്റേണിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഡയമെൻഷൻ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ് റിക്വയർഡ്. അതായത് ഹൈ സർഫസ് ഫിനിഷ് വേണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ പാറ്റേൺസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പാറ്റേൺ ഉണ്ടാക്കുക. നെക്സ്റ്റ് മിനിമം തിക്നെസ് റിക്വയർഡ്. മിനിമം തിക്നെസ്, ഏറ്റവും മിനിമം തിക്നെസ്, അതായത് ഒരു വുഡിൻ്റെ അകത്തൊക്കെ വുഡ് പാറ്റേണിലൊക്കെ ചെറിയ തിക്നെസ്സിൽ പാറ്റേൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം കട്ടി കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ മെറ്റീരിയൽ ചൂസ് ചെയ്യും. നെക്സ്റ്റ് ഷേപ്പ്, കോംപ്ലക്സിറ്റി ആൻഡ് സൈസ് ഓഫ് കാസ്റ്റിംഗ്. ഇതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, പാറ്റേണിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പാറ്റേൺ. പാറ്റേണിൻ്റെ കോസ്റ്റ്, എത്രത്തോളം കോസ്റ്റ് വരും പാറ്റേൺ എന്നുള്ളൂ. ഇനി അതിൻ്റെ റീയൂസ്, എത്രത്തോളം റീയൂസ് ചെയ്യുന്നുണ്ട് പാറ്റേൺ എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, പാറ്റേണിൻ്റെ സെലക്ഷൻ മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ്. ഒരു 10 കുറേ ടൈപ്പ് പാറ്റേൺസ്, ഒരു 10 നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് മാത്രം ലിസ്റ്റ് ചെയ്ത് പഠിക്കാം. ഒന്ന് 1 പീസ് അല്ലെങ്കിൽ സോൾഡ് പാറ്റേൺ. സെക്കൻഡ് 2 പീസ് ഓർ സ്പ്ലിറ്റ് പാറ്റേൺസ്, കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ, 3 പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ, ലൂസ് പീസ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ഫോളോ ബോർഡ് പാറ്റേൺ, ഗേറ്റഡ് പാറ്റേൺ, സ്വീപ്പ് പാറ്റേൺ, സ്കെൽട്ടൺ പാറ്റേൺ, സെഗ്മെൻ്റൽ പാറ്റേൺ ഓർ പാർട്ട് പാറ്റേൺ. അതിൽ ഫസ്റ്റ് സിംഗിൾ പീസ് ഓർ സോൾഡ് പാറ്റേൺ. സോൾഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവും. ഒറ്റൊരു പീസ് മാത്രമാണ് ഈ പാറ്റേണിൻ്റെ അകത്ത് ഉണ്ടാവുക. ജസ്റ്റ് ഒറ്റ ജോയിൻസോ വേറെ എക്സ്ട്രാ പോർഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഒരൊറ്റ സിംഗിൾ പീസായിട്ടാണ് പാറ്റേൺ ഉണ്ടാക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചെറിയ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യാറ്, ഈ സിംഗിൾ പീസ് അല്ലെങ്കിൽ സോൾഡ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ അകത്ത് പാർട്ടിങ് ലൈൻസ് എന്ന് പറഞ്ഞ പോർഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ ജോയിൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ചെറിയ സിമ്പിൾ ഷേപ്പ്, സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ക്യൂബ്, അതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതെന്ത് ചെയ്യുക, ഈ ടൈപ്പ് പാറ്റേൺസ് വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സോൾഡ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് 2 പീസ് ഓർ സ്പ്ലിറ്റ് പാറ്റേൺസ്. അപ്പം ഒരു കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ പീസ് പാറ്റേൺ ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാനാവില്ല, മോൾഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസിലാണ് എന്ത് ചെയ്യാറ്, സ്പ്ലിറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ 2 പീസ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. അതായത് ഈ 2 പാറ്റേൺസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ പിന്ന് കൊടുത്തിട്ടുണ്ടാകും. ആ പിന്നെ പറയുന്ന പേരാണെന്ത്, ഡബൽ പിൻസ്. അതേപോലെ തന്നെ പാറ്റേണിൻ്റെ അതർ പോർഷനിൽ ഒരു ഡബൽ ഹോൾസും കൂടി കൊടുത്തിട്ടുണ്ടാകും. അപ്പം കോംപ്ലക്സ് ഷേപ്പിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാറ്, 2 പീസ് പാറ്റേൺസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. അത് രണ്ടും 2 പോർഷനായിട്ടാണ് ഉണ്ടാവുക. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലായിരിക്കും ഉണ്ടാവുക പാറ്റേൺ ഉണ്ടാവുക. നെക്സ്റ്റ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺസ്. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പ് പോർഷനും ഡ്രാഗ് പോർഷനും ഉണ്ടാവും പാറ്റേണിന്. അത് രണ്ടും ഒരു പ്ലേറ്റിൻ്റെ മേലെയായിരിക്കും എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒരു കോപ്പ് പോർഷൻ ഉണ്ടാവും, ഒരു ഡ്രാഗ് പോർഷൻ ഉണ്ടാവും. അത് സാധാരണ ഹെവി കാസ്റ്റിങ്ങിൻ്റെ കേസിലാണ് ഈ ടൈപ്പ് ഓഫ് കാസ്റ്റിങ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് യൂസ് ചെയ്യാറ്. 2 പ്ലേറ്റിൻ്റെ മേലെ എന്ത് ചെയ്യും, ഇതേപോലെ പാറ്റേൺസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും സ്ഥിരമായിട്ട്. അതിലെന്താ, ഈ 2 കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കോപ്പ് ആൻഡ് ഡ്രാഗും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളെ കാസ്റ്റിംഗ് നടത്തുക. നെക്സ്റ്റ് 3 പീസ് പാറ്റേൺ, മൾട്ടി പീസ് പാറ്റേൺ. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ആണെന്ത്, 3 പീസ് പാറ്റേൺ, മൾട്ടി പീസ് പാറ്റേൺ. ഇതിൽ ഓരോ പാറ്റേണിൻ്റെയും ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തി പഠിക്കാം. ആ ഫിഗറിനാണ് ഇമ്പോർട്ടൻസ്. ഫിഗർ എന്ത് ചെയ്യുക, വൃത്തി പഠിക്കുക, അതിൻ്റെ പോർഷൻസും പഠിച്ചു വെക്കുക. അപ്പം സാധാരണ ഇതിൽ 2 മോൾഡിങ് ഫ്ലാസ്ക് ഉണ്ടാകുക. ഒരു 2 മോൾഡിങ് ഫ്ലാസ്ക്കാണ് സാധാരണ കാസ്റ്റിങ്ങിൻ്റെ കേസിൽ ഉപയോഗിക്കുക. ഈ 3 പീസ് അല്ലെങ്കിൽ മൾട്ടി പീസ് പാറ്റേൺ ആണെങ്കിൽ 2-ലധികം മോൾഡിങ് ഫ്ലാസ്ക് ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും താഴെയുള്ള മോൾഡിങ് ഫ്ലാസ്കിനെ പറയുന്ന പേരാണ് ഡ്രാഗ്. ഏറ്റവും ടോപ്പിലുള്ള മോൾഡിങ് ഫ്ലാസ്കിനെ പറയുന്ന പേരാണ്
സ്കോപ്പ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള മോൾഡിംഗ് ഫ്ലാസ്കിനെ പറയുന്ന പേരാണെന്ത്? ചീക്ക്. ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേണാണ് മൾട്ടി പീസ് പാറ്റേൺ. ഒന്നുമില്ല മൂന്നോ അല്ലെങ്കിൽ മൂന്നിലധികമോ പാറ്റേൺസിൻ്റെ എന്തുണ്ടാവും? പീസ് ഉണ്ടാവും ഈ പാറ്റേൺസിൽ. നെക്സ്റ്റ് ലൂസ് പീസ് പാറ്റേൺ. ചില ഷേപ്പിൻ്റെ കേസിൽ, കോംപ്ലക്സ് ഷേപ്പിൻ്റെ കേസിൽ ഈ പാറ്റേൺ മോൾഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ആ കേസിൽ നമ്മൾ ലൂസ് പീസ് പാറ്റേൺസ് ആണ് യൂസ് ചെയ്യാറ്. ലൂസ് പീസ് പാറ്റേണിൽ ഇവിടെ കാണുന്ന ഈ ഷേപ്പ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ടീ പോലത്തെ ഷേപ്പ് ഉണ്ട് അല്ലേ? ടീ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻ നമ്മൾ കാസ്റ്റിങ് കഴിഞ്ഞ് മോൾഡിങ് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് എടുക്കുകയാണ്. പാറ്റേൺ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോർഷൻ എന്ത് ചെയ്തു? ഡിസ്ട്രോയ് ചെയ്തു. പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? എ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ പോർഷൻ ഒറ്റ സിംഗിൾ പീസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ പോർഷൻ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു പോകും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂസ് പീസ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. ഇവിടെ ലൂസ് പീസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ മെയിൻ പാറ്റേണുമായിട്ട് ജസ്റ്റ് ഒരു ചെറിയ കണക്ഷൻ മാത്രമേ ഉണ്ടാവും. അതെന്താണ്? ഫസ്റ്റിൽ എന്ത് ചെയ്യും? മെയിൻ പാറ്റേൺ മോൾഡിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ ഒരു പ്ലെയറോ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ മോൾഡിൻ്റെ അകത്ത് നിന്ന് ഈ ചെറിയ പോർഷൻസ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്തെടുക്കും. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാറ്? ഈ ലൂസ് പീസ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് മാച്ച് പ്ലേറ്റ് പാറ്റേൺസ്. മാച്ച് പ്ലേറ്റ് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ആയിരിക്കും, മെറ്റലിൻ്റെ അല്ലെങ്കിൽ വുഡൻ പ്ലേറ്റ് ആയിരിക്കും. ആ പ്ലേറ്റിൻ്റെ മേലെ നമുക്ക് വേണ്ട ഷേപ്സ് ഒരു അറ്റാച്ചിങ് പിൻ ഉണ്ടാകും. അറ്റാച്ചിങ് പിൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്ത് വെക്കുക. അത് ഷേപ്പ് നമുക്ക് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്ത് വെക്കാം. ഒരു മെയിൻ ബ്ലാങ്ക് പ്ലേറ്റ് ആയിരിക്കും. ബ്ലാങ്ക് പ്ലേറ്റിൽ കുറേ ഹോൾസൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടാകും. ആ ഹോളിലൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഷേപ്പ് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മേലെ, മാച്ച് പ്ലേറ്റിൻ്റെ മേലെ നമുക്ക് വേണ്ട ഷേപ്പിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാക്കുന്ന പാറ്റേണിനെ പറയുന്ന പേരാണെന്ത്? മാച്ച് പ്ലേറ്റ് പാറ്റേൺ. നെക്സ്റ്റ് ഫോളോ ബോർഡ് പാറ്റേൺ. മാച്ച് പ്ലേറ്റ് പാറ്റേൺ കഴിഞ്ഞാൽ അടുത്തതാണ് ഫോളോ ബോർഡ് പാറ്റേൺ. ഫോളോ ബോർഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു തിൻ പാറ്റേൺ ആയിരിക്കും. ഹൈ സർഫസ് ഫിനിഷ് വേണ്ട കേസിൽ, കോംപാക്ട് ഷേപ്പ് വേണ്ട കേസിലൊക്കെയാണ് എന്ത് ചെയ്യാറ്? ഈ ഫോളോ ബോർഡ് പാറ്റേൺ ഉപയോഗിക്കുക. ഒരു ഹൈ സർഫസ് ഫിനിഷ് ഉണ്ടാക്കണമെങ്കിൽ എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റേൺ കുറച്ചും കൂടിയും ക്വാളിറ്റി കൂടി ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ? ഒരു തിൻ പ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോളോ ബോർഡ്, ഒരു മരത്തിൻ്റെ ഒരു ബോർഡിൻ്റെ മേലെ നമുക്ക് വേണ്ട ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മേലെ ഒരു തിൻ പ്ലേറ്റ് കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കുന്ന പാറ്റേൺസിനെ പറയുന്ന പേരാണെന്ത്? ഫോളോ ബോർഡ് പാറ്റേൺ. നെക്സ്റ്റ് ഗേറ്റഡ് പാറ്റേൺസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഗേറ്റ്സ്, റണ്ണർ, റൈസർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എന്തിൻ്റെ കൂടെ? കാസ്റ്റിങ്ങിൻ്റെ കൂടെ ഉണ്ടാവും. റണ്ണർ എന്ന് പറഞ്ഞാൽ എന്താ? കാസ്റ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ പൂരാൻ വേണ്ടി കൊടുക്കുന്ന ഹോൾസിനെ പറയുന്ന പേരാണെന്ത്? റണ്ണേഴ്സ്. അപ്പം ഈ റണ്ണറും കൂടി എന്തിൻ്റെ കൂടെ ഉണ്ടാവും? ഗേറ്റഡ് പാറ്റേണിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത പാറ്റേണിനാണ് പറയുന്നത് ഗേറ്റഡ് പാറ്റേൺസ് എന്ന് പറയുക. നെക്സ്റ്റ് സ്വീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലാർജ് സർക്കുലാർ സിമിട്രിക്, ഒരേപോലെയുള്ള വലിയ സിമിട്രിക് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്വീപ്പ് പാറ്റേൺസ് യൂസ് ചെയ്യാറ്. ഈ സ്വീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് പോസ്റ്റ് ഉണ്ടാകും. പോസ്റ്റിൻ്റെ മേലെ ഒരു ചെറിയ പ്ലേറ്റ് പോലത്തെ സ്വീപ്പ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ചെറിയ പ്ലേറ്റാണ്, ഒരു ഷീറ്റ് പോലത്തെ പ്ലേറ്റാണ്. ആ പ്ലേറ്റ് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം എന്താ ചെയ്യുക? നമുക്ക് വേണ്ട ഡയറക്ഷനിൽ ആ സ്വീപ്പിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ചുറ്റും എന്ത് കിട്ടും? റൊട്ടേറ്റ് ചെയ്യുന്നതിന് ചുറ്റും ആ സാൻഡ് റിമൂവ് ആകും, നമുക്ക് വേണ്ട ഷേപ്പ് കിട്ടും. ഇതിനാണ് എന്ത് പറയുക? സ്വീപ്പ് പാറ്റേൺ എന്ന് പറയുക. നെക്സ്റ്റ് സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വലിയ സർക്കുലർ കാസ്റ്റിങ്ങിൻ്റെ കേസിലാണ് എന്ത് ചെയ്യാറ്? സെഗ്മെൻ്റൽ പാറ്റേൺസ് യൂസ് ചെയ്യാറ്. സെഗ്മെൻ്റൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ ആദ്യം എന്ത് ചെയ്യും? ഇതേപോലുള്ള കാസ്റ്റിങ് പാറ്റേണിൻ്റെ ഷേപ്പ് ഈ ഫിഗറിൽ കാണുന്ന പോലെ ആയിരിക്കും. ഈ കാസ്റ്റിങ് എന്ത് ചെയ്യും? പാറ്റേൺ എന്ത് ചെയ്യും? ജസ്റ്റ് മൂവ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതേപോലുള്ള ഷേപ്സ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഒരു ചെറിയ പോർഷൻ ഓഫ് പാറ്റേൺ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഒരു വലിയൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കും.
ഒരു സർക്കുലർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നവരാണെന്ത് സെഗ്മെൻറ്റൽ പാറ്റേൺ. ഒരു സെഗ്മെൻ്റ് ആയിരിക്കും, പാറ്റേണിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ ഫുൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനെയാണ് എന്താ പറയുക, സെഗ്മെൻറ്റൽ പാറ്റേൺ. സർക്കുലർ ഷേപ്പിനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക, ഈ സെഗ്മെൻറ്റൽ പാറ്റേൺസ് യൂസ് ചെയ്യുക. ഇതിനെ പാർട്ട് പാറ്റേൺ എന്നും പറയാറുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ടൈപ്പ് ഓഫ് പാറ്റേൺസും അതേപോലെ പാറ്റേൺ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.